ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക ദീപക്കിനോട് പറയുക, അടിയും വാങ്ങിച്ച് നാണം കെട്ട് മാപ്പും പറഞ്ഞ് വന്നേക്കുന്നവൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? എടോ, ഞാൻ പറഞ്ഞിട്ടാണോ നീ ഓണത്തല്ല് സംഘടിപ്പിച്ചത്? എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഓരോന്ന് നീ കാണിച്ചു കൂട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. ആ രാജുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാ. എന്നിട്ടിപ്പോ എന്തായി? നാണം കെട്ട് പണ്ടാരോടിയത് നീ അല്ലയോടാ. കുന്നത്തുകാവിലെ കതീന പൊട്ടുന്ന പോലെ ആ ശബ്ദം ആ അലവലാദികളുടെ മുന്നിൽ വെച്ച് ഞാൻ കേട്ടത്. നീ നക്ഷത്രം എണ്ണി കാണുമല്ലോടാ നിന്റെ ചെവിക്കുറ്റിക്ക് കിട്ടിയപ്പോ. അങ്ങനെയൊന്നും ഇല്ലമ്മേ, എനിക്കൊരു ഉറുമ്പുകടി പോലാ തോന്നിയത്. പിന്നെ ഉറുമ്പുകടി അവിടെ നിന്ന് അത്രയും പേരെ നടുങ്ങിപ്പോയല്ലോടാ. അമ്മ എന്താ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണോ വന്നിരിക്കുന്നത്? എടാ, അവിടെ കിടന്ന് നാണം കെട്ടത് ഞാനാ. അതൊന്നും നിനക്കൊരു പ്രശ്നമല്ലല്ലോ. ആ അലവലാദികളുടെ മുന്നിൽ കിടന്ന് നാണിച്ചെന്റെ തൊലി ഇരിഞ്ഞു പോയി. അമ്മ എന്തിനാ നാണിക്കുന്നത്? നാണിക്കേണ്ടത് ഞാനല്ലയോ? മാപ്പ് ചോദിച്ചത് ഞാനല്ലയോ? എടാ പൊട്ടാ, നിന്നെ പ്രസവിച്ച അമ്മയാടാ ഞാനാ. നിന്നെ മറ്റുള്ളവർ വലിച്ചു വാരിട്ട് അടിക്കുമ്പോഴും കളിയാക്കുമ്പോഴേ വേദനിക്കുന്ന ഈ എനിക്കാടാ. ആ രാജുവിനിട്ട് 2 കൊടുക്കണമെന്ന് വിചാരിച്ച എന്താ അമ്മ പറയുന്നത് തെറ്റാണെന്നാണോ? എടാ, അവനോടൊക്കെ കളിക്കണമെങ്കിലേ ഇങ്ങനല്ല, ബുദ്ധി പ്രയോഗിക്കണം. അല്ലാതെ പൊതിച്ച തേങ്ങ കൊണ്ടല്ല. ഈ ബുദ്ധിയൊക്കെ നിനക്ക് പറഞ്ഞു തന്നത് ആരാടാ? അവന്റെ ഒരു തേങ്ങാ പരിപാടി എത്ര ചീപ്പായി പോയടാ. എടാ, അവനെ തല്ലണമെങ്കിൽ നിനക്ക് നേരിട്ടങ്ങ് തല്ലിക്കൂടായിരുന്നോ? എൻ്റെ അമ്മയെ, എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഞാനിനി എന്ത് ചെയ്യണം? പോയി സൂയിസൈഡ് ചെയ്യണോ? എൻ്റെ മോനെ, അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യാൻ പോകുമ്പോഴേ എന്നോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി മേലാൽ എന്നോട് ആലോചിക്കാതെ നീ ഒരു കാര്യവും ചെയ്തു പോയേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ ദീപക്കെ? രാധമ്മയ്ക്കാണെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. രാധമ്മ ഇങ്ങനെ ആലോചിക്കുക, വല്ലാത്ത ഒരു കുറ്റബോധമാണ് എനിക്ക് തോന്നുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം വേണുവേട്ടനോട് തുറന്നു പറഞ്ഞാലോ? രാധമ്മ അങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ പ്രിയ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നത്, എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? എൻ്റെ മോളെ, അമ്മയ്ക്കൊരു വല്ലാത്ത മനപ്രയാസം. അച്ഛനോട് എന്തോ ഞാൻ വഞ്ചന കാണിച്ചതുപോലെ. അദ്ദേഹം എൻ്റെ കഴുത്തെ താലി കെട്ടിയിട്ട് ഈ അടുത്ത ദിവസം വരെയും ഞാൻ അദ്ദേഹത്തോട് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. ഒരു നുണ പോലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താമ്മേ, രാജുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തിന് ഞാൻ വാക്കുകൊടുത്ത കാര്യം അച്ഛനോടങ്ങ് പറയട്ടെ മോളെ? പ്രിയ പറയുന്ന അമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അമ്മ അച്ഛനോട് തുറന്നു പറഞ്ഞോ. അങ്ങനെ മോളെ വേണ്ടത്. താലി കെട്ടിയ പുരുഷനോട് ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ വഞ്ചന കാണിക്കരുത്. പ്രത്യേകിച്ചും വേണുവേട്ടൻ ഇതുവരെയും എന്നോട് ഒരു കള്ളത്തരം പോലും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലയോ അമ്മേ? നിങ്ങളുടെ ജീവിതം കണ്ട് എനിക്ക് പോലും അത്ഭുതം തോന്നിയിട്ടുണ്ടമ്മേ. അതുകൊണ്ട് അമ്മ ഇനി ഒട്ടും താമസിക്കണ്ട, ചെന്ന് അച്ഛനോടെല്ലാം അങ്ങ് തുറന്നു പറഞ്ഞേരെ. മോള് പറഞ്ഞത് ശരിയാ. അച്ഛനോടത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലെ ആ വീർപ്പുമുട്ടൽ അങ്ങ് മാറും. എന്നാ ഞാൻ പറയട്ടെ മോളെ എന്നും പറഞ്ഞ് രാധമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ജയൻ അങ്ങോട്ട് പ്രിയയുടെ അടുത്തിട്ട് വന്ന് ചോദിക്കുന്നത്, എന്താ കാര്യം? അമ്മ ആ കാര്യം അച്ഛനോട് പറയാൻ പോവാ. എന്ത് കാര്യം? രമ്യയും രാജുവായിട്ടുള്ള വിവാഹത്തിന് അമ്മ വാക്ക് കൊടുത്തില്ലേ, അക്കാര്യം. പ്രിയ അങ്ങനെ പറഞ്ഞതും ജയൻ അയ്യോ അമ്മയെന്നും പറഞ്ഞ് ഓടുവാണ് രാധമ്മയുടെ പറയുന്നത്. എന്താ ജയ, അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മ രുക്മിണി ആന്റിക്ക് വാക്ക് കൊടുത്ത കാര്യം അച്ഛനോട് പറയാൻ പോവാണോ? അതേ മോനെ. അമ്മേ, ദേവിയേത് ഇപ്പോൾ അത് പറയല്ലേ. അച്ഛനോടത് തുറന്നു പറയുന്നതല്ലയോ മോനെ നല്ലത്? അയ്യോ അമ്മ അല്ല, അമ്മ രുക്മിണി ചേച്ചിക്ക് അച്ഛനോട് ചോദിക്കാതെ വാക്ക് കൊടുത്തുപോയി. അതിലൊരു തെറ്റുണ്ടെങ്കിലും അതിലൊരു വലിയ ശരി കൂടെ ഉണ്ട്. പ്രിയ പറയുവാ, ആ വലിയ ശരി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവെന്താ എൻ്റെ അച്ഛൻ ഇല്ലയോ? എടി പ്രിയേ, നിന്റെ അച്ഛനെ വെട്ടൊന്ന് തുണ്ട് രണ്ടാ. ജയൻ പറയുക. അമ്മ ഇതങ്ങോട്ട് ചെന്ന് പറയുന്ന താമസം അച്ഛൻ വെടികൊണ്ട കാട്ടാനെ പോലെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ വീട് അച്ഛൻ പൊളിച്ചടുക്കും. അത് പ്രത്യേക സ്വഭാവക്കാരനാണെങ്കിൽ പറയണ്ട, അച്ഛൻ ഈ വീട് വിട്ട് ഇറങ്ങി തന്നെ പോയെന്നും ഇരിക്കും. എന്നാ പിന്നെ ഇപ്പൊ പറയണ്ട അല്ലേ മോനെ? അമ്മ ഇപ്പൊ പറയാതിരിക്കുന്ന അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാ. ജയ മോനെ, ഇനി ഇത് പറയാതെ നീട്ടിക്കൊണ്ടു പോയാല് വലിയ പ്രശ്നമായി മാറത്തില്ലയോ? എന്ത് പ്രശ്നം വരാനാണമ്മേ? വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ജയൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചോണ്ടാണ് രാധമ്മ പറഞ്ഞങ്ങനെ തടുത്തു നിർത്തിയിരിക്കുന്നത്. രാജു ഉറക്കം വരാതെ വളരെ സങ്കടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്നിട്ട് പതുക്കെ കട്ടിലേ വന്നിരുന്ന അവൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് വേണുവേട്ടൻ അങ്ങോട്ട് വരുമ്പോൾ രാജു ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വേണുവേട്ടനും പ്രയാസം തോന്നുവാണ്. ആ സമയത്ത് രാജുവിന്റെ ഫോണിലോട്ട് ഹൃതിയെ വിളിക്കുന്നുണ്ട്. അവൾ വളരെ സങ്കടത്തിലാണ്. രാജു ഉറങ്ങിയോ? ഇല്ല മേഡം. എന്താ രാജു ഉറങ്ങാഞ്ഞത്? അത് മേഡം എനിക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹൃതിക വീണ്ടും ചോദിക്കുവാണ്, രാജുവിന് വല്ല വിഷമവും തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിൽ മുഴുക്ക പകൽ നടന്ന കാര്യങ്ങളാണ്. സങ്കടം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല രാജു. ആ ദീപക്കിന്റെ അടി കൊണ്ടിട്ട് എൻ്റെ രാജുവിന് നൊന്തോ? അത് ശരി, അതോർത്തിട്ടാണോ മേഡത്തിന് ഉറക്കം വരാത്തത്?
മേഡം സുഖമായിട്ട് ഉറങ്ങിക്കോ, എനിക്ക് ഒരു വേദനയില്ല. അത് രാജു എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ലയോ? അയ്യോ ഒരിക്കലും ഇല്ല മേഡം, ഞാൻ മേഡത്തിനോട് നുണ പറയാറുണ്ടോ? മേഡം വിശ്വസിക്ക്. കൃതിക കരഞ്ഞോണ്ട് പറയുക, രാജുവിന് എന്തെങ്കിലും പറ്റിയാ എനിക്കത് സഹിക്കാനാകില്ല രാജു. അതിന് എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ മേഡം. മേഡം സമാധാനത്തോടെ കിടന്നുറങ്ങ്. ഇതെല്ലാം നമ്മുടെ വേണുവേട്ടൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പാവം കൊച്ച്, എന്ത് സ്നേഹമാ ആ മോക്ക് എൻ്റെ മോനോട്. രാജു രാവിലെ തന്നെ വരണേ. വരാം മേഡം, അപ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വേണുവേട്ടൻ അവിടെ നിന്ന് ചിന്തിക്കുക, എന്തായാലും ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. നാളെ എന്തായാലും വർമ്മ സാറിനെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. വേണുവേട്ടനും രാധമ്മയും കട്ടിലിങ്ങനെ ഉറങ്ങുന്ന പോലെ കണ്ണടച്ച് രണ്ടുപേരും കിടക്കുവാണ്. വേണുവേട്ടനാണെങ്കിൽ രാജുവും ഹൃദയം തമ്മിലുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് പറയുന്നത്, ഞാനിത് എന്തായാലും നടത്തി കൊടുക്കും. അത് കേട്ടോണ്ട് പെട്ടെന്ന് രാധമ്മ ചോദിക്കുന്നു, എന്ത് എന്ത് നടത്തി കൊടുക്കുമെന്ന്. അപ്പൊ വേണുവേട്ടൻ പറയാം, ആരെന്തോ പറഞ്ഞെന്നാ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും എന്നും പറഞ്ഞ് വേണുവേട്ടൻ മിണ്ടാതെ കിടക്കുവാണ്. വേണുവേട്ടൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടക്കുക, എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം. ആ കുട്ടിക്ക് രാജു എന്ന് വെച്ചാൽ ജീവനാണ്. അങ്ങനെ രാവിലെ പ്രതാപനെ കാണാൻ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്നിരിപ്പുണ്ട്. പ്രതാപൻ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. പ്രതാപൻ പറയുന്നുണ്ട്, ഇതൊരു വലിയ ഗൗരവമേറിയ പ്രശ്നമാണല്ലോ, വർഗീയതയും പക്ഷാഭേദവും. ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരിനി സ്കൂളിലോട്ട് പഠിപ്പിക്കാൻ വരണ്ട. ഞാൻ ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് അന്വേഷിച്ചിട്ട് ആ ടീച്ചേഴ്സിന്റെ പേരിൽ നടപടിയെടുക്കാൻ ഓർഡർ ഇടാം എന്നൊക്കെ പറഞ്ഞ വന്നവരെ പ്രതാപൻ പറഞ്ഞു വിടുന്നുണ്ട്. സരസ്വതി അമ്മയും ഋതികയും കൂടെ പൂജാ റൂമിൽ പൂജ നടത്തുവാണ്. സരസ്വതി അമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ പൂജാ റൂമിൽ രണ്ടു നേരം വിളക്ക് കൊടുത്താറല്ലേ? ഉണ്ടമ്മാമേ, അതൊക്കെ യാമിനി ചെറിയമ്മയാ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാനും ചെയ്യും. അംബിക ഇതൊന്നും ചെയ്യാറില്ലേ? ഇല്ലമ്മാമേ, പ്രാർത്ഥിക്കാൻ പോലും ഇതിനകത്ത് കയറി വരത്തില്ല. പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അല്ലെങ്കിലും ചെകുത്താൻ അമ്പലത്തിൽ പോകാറില്ലല്ലോ മോളെ. വെളുപ്പിനെ 4:30 മണിക്കൊക്കെ പൂജാ റൂമിൽ വിളക്ക് കൊടുത്തണം, ബ്രഹ്മ മുഹൂർത്തത്തിൽ. ഇന്ന് പക്ഷെ താമസിച്ചു പോയി. ഇനി നാളെ മുതൽ അങ്ങനെ വേണം. ശരി അമ്മാമ്മേ എന്നും പറഞ്ഞ് ഋതിക ആരതി തട്ടുവാട്ട് ഹാളിലോട്ട് വരുവാണ്. അവിടെ യാമിനിയും ശേഖറും നിൽപ്പുണ്ട്. ഋതിക യാമിനിക്കും ശേഖരൻ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുക്കുന്നുണ്ട്. ശേഖരൻ ഋതികയോട് പറയുന്ന, മോള് ഞങ്ങളെ നോക്കിന് ചിരിച്ചാ മതിയല്ലോ, അത് നെറ്റിയിലെ പ്രസാദം പോലെ തന്നെ മനസ്സിലും പ്രസാദമാണ്. ഇന്നത്തെ പൂജയ്ക്ക് പ്രത്യേകത വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ശേഖരൻ ചോദിക്കുമ്പോൾ യാമിനിയും ചോദിക്കുന്നു, എനിക്ക് അറിയില്ലല്ലോ, ഇന്നത്തെ പൂജയ്ക്ക് വല്ല പ്രത്യേകത ഉണ്ടോ ശേഖരേട്ടാ എന്ന് തിരിച്ച് യാമിനിയും ചോദിക്കുവാണോ. ഇന്നെന്തോ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു യാമിനി, അതുകൊണ്ട് ഇന്നെന്തോ പ്രത്യേകത ഉണ്ടാവാം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 നെഗറ്റീവ് എനർജികൾ അംബികയും മോനും മുകളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോണ്ട് ശേഖരൻ യാമിനിയുടെ ചെവിയിലോട്ട് പറയുന്നു, ഫുൾ നെഗറ്റീവായ 2 തോണ്ട വരുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കേണ്ട ശേഖരേട്ട, അവര് ശ്രദ്ധിക്കും. പിന്നെ ഈ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും യാമിനി? അംബിക അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പറയുന്നു, എന്താ ശേഖര, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? ശേഖരൻ പറയുന്നു, എനിക്കൊന്നും പറയാനില്ലല്ലോ ചേച്ചി. അതല്ല ശേഖര, ഞങ്ങളെ കണ്ടോണ്ട് നീ നിന്റെ ഭാര്യയോട് എന്തോ രഹസ്യം പറയുന്നത് കേട്ട്. ശേഖരന് വിട്ടുകൊടുത്തില്ല. ശേഖരൻ പിന്നെ പ്രതാപന്റെ കൂട്ടല്ലല്ലോ. ശേഖരൻ പറയുക, യാമിനി എന്റെ ഭാര്യയല്ലയോ ചേച്ചി, പിന്നെ അവളോടല്ലാതെ ഞാൻ പിന്നെ ആരോടാ രഹസ്യമൊക്കെ പറയേണ്ടത്? എന്താ ശേഖര, നീ എന്നെ കളിയാക്കുവാണോ? അയ്യോ ഒരിക്കലും അല്ല ചേച്ചി, ചേച്ചി തെറ്റിദ്ധരിച്ചതാ. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാ നീയും ഞാനും, അത് നീ മറക്കണ്ട. അപ്പോഴങ്ങോട്ട് രാജു വരുന്നുണ്ട്. രാജുവിനെ കണ്ടതും ഹൃദയയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ദാണ്ട രാജു വന്നല്ലോ എന്നും പറഞ്ഞ് രാജു ദാണ്ട പ്രസാദം എന്നും പറഞ്ഞ് ഹൃദയ രാജുവിന്റെ നെറ്റിയിലോട്ട് പ്രസാദം തൊട്ടുകൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് അംബികയ്ക്കും ദീപക്കിനും കഴിയുന്നില്ല കാണാന്. അവർക്ക് ദേഷ്യം കൊണ്ട് രണ്ടിൽ നിന്ന് പല്ലിറുമുവാണ്. അംബിക പല്ല് കടിച്ച് ദേഷ്യത്തോടെ പറയാ, വന്ന് വന്ന് പെണ്ണിന് യാതൊരു അടക്കോ ഒതുക്കോ ഒന്നുമില്ല. വീട്ടിനകത്ത് പരസ്യമായിട്ട് എന്തും ചെയ്യാമെന്നായോ? ആര് ചോദിക്കാനും ആരെ അനുസരിക്കാനും. അത് കേട്ടപ്പോ ശേഖരൻ ചോദിക്കുന്നു, അനിൽ ഋതുമോൾ എന്തനുസരണക്കേടാ ചേച്ചി കാണിച്ചത്? എന്താ ശേഖര, നീ ഒന്നും കണ്ടില്ലേ? കണ്ടു, രാജുവിന്റെ നെറ്റിൽ ഋതിയമോൾ അല്പം പ്രസാദം തൊട്ടുകൊടുത്തു. ഇതിത്ര വലിയ തെറ്റാണോ? എടാ ശേഖര, കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാര് പോലും ചെയ്യില്ല ഇതൊക്കെ പരസ്യമായിട്ട്. കുറെ നാള് കൊണ്ട് ചേച്ചിയുടെ അഹങ്കാരത്തിനൊരു അടി കൊടുക്കണമെന്ന് ശേഖരൻ ഇങ്ങനെ ഉന്നിച്ചിരിക്കുമായിരുന്നു. അത് തക്ക സമയം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശേഖരൻ പറയാം, അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് മുമ്പ് ചേച്ചിയുടെ മോനൊരു കൊച്ചിന്റെ അച്ഛനായത്. ശേഖരൻ ഇങ്ങനെ പറയുമെന്ന് അംബികയും ദീപക്കും കരുതിയില്ല. അവരങ്ങ് ഞെട്ടി നിൽക്കുവാണ്. അംബികയ്ക്ക് കലിയിളകിയിട്ട് ആന ചിഹ്നം വിളിക്കുന്ന പോലെ ശേഖര എന്ന ഒച്ചത്തിലൊരു വിളി. അത് കേട്ടോണ്ട് ദാ വരുന്നു നമ്മുടെ സരസ്വതി അമ്മ.
എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചോണ്ടാണ് അമ്മയുടെ വരവ്. അമ്മയെ കണ്ടപ്പോഴേ അംബികയുടെ ചിഹ്നം വിളിച്ച തുമ്പിക്കൈ അങ്ങ് താന്നുപോയി. ഋതിക പറയുക, അമ്മാമ്മേ, ഞാൻ രാജുവിന്റെ നെറ്റിയിൽ അല്പം പ്രസാദം ഇട്ടുകൊടുത്ത്. അതിന് അമ്മായി എന്നെ വഴക്ക് പറയുന്നത്. അംബികയെ ദേഷ്യത്തോടെ സരസ്വതി അമ്മ നോക്കുന്നുണ്ട്. അംബിക അല്ലമ്മേ ഞാൻ എന്ന് പറയുമ്പോഴേ പറയും, നിർത്ത്, നിന്റെ വിശദീകരണമൊന്നും ഇവിടെ ആവശ്യമില്ല. നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുന്നതിൽ വരെ കുറ്റം കണ്ടുപിടിക്കുന്നവരെ മനസ്സിൽ രോഗമുള്ളവരാ, മാനസിക രോഗികൾ. അതിന് നീ പോയി ചികിത്സിക്കണം. പിന്നെ ഋതുമോള്, ഇവളെന്റെ മകളുടെ മകളാ. പിന്നെ അവളുടെ മേലെ നിന്റെ അധികം ഇടപെടലൊന്നും വേണ്ട. ഇടപെട്ടാൽ അംബികയ്ക്ക് അറിയാലോ പിന്നെ ഞാൻ ആരാണെന്ന്. പഴയതൊന്നും അംബിക എന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർമ്മിപ്പിച്ചാൽ സരസ്വതി പലതും തുടങ്ങും. അതെ, ചിലർക്കൊന്നും നല്ലതാകില്ല, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് സരസ്വതി അമ്മ അങ്ങ് പോവാണ്. അമ്മയും മോനും ചമ്മി വിളറി നാണിച്ച് അവളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ്. മറ്റുള്ളവരെല്ലാം നല്ല സന്തോഷത്തിൽ നിൽക്കുവാണ്. അംബിക ഇങ്ങനെ ചമ്മി വിളറി നിൽക്കുന്നത് കാണാൻ മറ്റുള്ളവരിങ്ങനെ എത്രയോ നാളുകൊണ്ട് കൊതിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. രാജു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കുറച്ച് ഫയൽ വെക്കേട്ട് പ്രതാപന്റെ അടുത്തോട്ട് ചെല്ലുവാണ്. പ്രതാപനും തിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ രാജുവിനെ കാത്തിരിക്കുമായിരുന്നു. ആ കൃഷ്ണപുരം ഹൈസ്കൂളിന്റെ ഒരു ഫയലില്ലേ, MLA ഗോപാലകൃഷ്ണക്കുറുപ്പിനെ നമ്മൾ പേഴ്സണലായിട്ട് ഏൽപ്പിച്ചത്, അതെവിടെ, ഇങ്ങെടുത്തേ എന്ന് പറയുമ്പോൾ രാജു ആ ഫയൽ കൊടുക്കുന്നുണ്ട്. പ്രതാപൻ ആ ഫയൽ നോക്കുന്ന സമയത്ത് രാജുവിന് ആരുടെയോ ഒരു ഫോൺ കോൾ വരുന്നു. സാറേ, ഞാനൊന്ന് സംസാരിച്ചോട്ടെന്നും പറഞ്ഞ് അനുവാദം വാങ്ങിച്ചുകൊണ്ട് രാജു പുറത്തോട്ട് പോയി നിന്ന് സംസാരിക്കുവാണ്. രാവിലെ വേണുവേട്ടൻ നിന്ന് ചിന്തിക്കുവാണ്, ഈ കുട്ടികളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. അതല്ലെങ്കിൽ മഹാഭാവ, എന്ത് സ്നേഹമായി കുഞ്ഞുങ്ങളെ തമ്മിൽ, അവരെ എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണം. അതുകൊണ്ട് ഇനി വെച്ച് നീട്ടണ്ട, വർമ്മ സാറിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം എന്നും പറഞ്ഞ് വേണുവേട്ടൻ വർമ്മ സാറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടക്കം. എന്താ വേണുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ തമ്മിൽ അങ്ങനെ വല്ല വേർപാടുണ്ടോ എന്നൊക്കെ വളരെ കൂളായിട്ട് നമ്മുടെ വർമ്മ സാറും പറയുന്നുണ്ട്. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ. വർമ്മ സാറെ, അത് നമ്മുടെ കുട്ടികളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനാ. ഋതിയമോളും രാജുവും കൂടെ ഉള്ള സ്നേഹത്തിനെ കുറിച്ച് സാറിന് അറിയാമല്ലോ. ഋതിയമോൾക്ക് രാജുവിനെ ജീവനാണ്, രാജുവിനും അതുപോലെ തന്നെയാണ്. പക്ഷെ രാജു അത് തുറന്ന് പറയത്തില്ല. സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് സാറിനോടൊപ്പം നടക്കുമ്പോൾ എങ്ങനെയാ സാറിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് എന്ന് വിചാരിച്ചുള്ള പേടിച്ചാണ് അവൻ ഒന്നും പറയാത്തത്. അയ്യോ വേണുവേട്ട, ഞാൻ അവനോട് അത് എത്ര പ്രാവശ്യം തുറന്നു ചോദിച്ചിട്ടും അവൻ ഒന്നും പറഞ്ഞില്ല. ഇത് തന്നെ സാറേ ഞാൻ പറഞ്ഞത്, സാറിനോടുള്ള ഭയവും ഭക്തിയും കൊണ്ട് മാത്രമാണ്. സാർ അവനോടൊന്ന് ചോദിച്ചു നോക്ക്, അവൻ സമ്മതിക്കും. വേണുവേട്ടന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാണ് സാറേ. എങ്കിൽ വേണുവേട്ടൻ എന്നെ ഹോൾഡ് ചെയ്യും, ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് രാജുവിനെ പ്രതാപൻ വിളിക്കുന്നുണ്ട്. രാജു, ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ രാജു എളുപ്പം ചെല്ലുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ? അനുസരിക്കും സാറേ, ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കോ എന്ന് പറയുമ്പോൾ രാജു ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് രാജുവിൻ്റെ കയ്യിലെ മറുപടിയിലാണ് ഇനി ഋതികയുടെയും രാജുവിൻ്റെയും വിവാഹവും അവരുടെ മുന്നോട്ടുള്ള ജീവിതവും നിൽക്കുന്നത് തന്നെ. ഇനിയെങ്കിലും രാജു അവൻ്റെ പ്രണയം തുറന്നു പറയണം. പ്രതാപനോടുള്ള ഭക്തിയും ബഹുമാനവും ഒക്കെ നല്ലത് തന്നെ, എങ്കിലും ആ ഋതികയോടുള്ള സ്നേഹം മനസ്സിലാക്കി അത് തുറന്നു പറയുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.